സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചേച്ചിയായിട്ട് ആഘോഷം ട്യൂഷന് പോയതുപോലെ അമ്മ അടിച്ച് വലിയ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, കേക്കിനകത്ത് വെച്ചാൽ മറ്റേ കത്തിച്ചിട്ട് കാൻഡിൽ പോലത്തെ ഒക്കെ വരത്തില്ലേ, അതേപോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. പിന്നെ അപ്പം റെഡിയൊക്കെ ആയിട്ടോ. ഇനി ചേച്ചി വരുന്ന ചേച്ചി ട്യൂഷനിൽ നിന്ന് എപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലേ നമുക്ക് കേക്ക് എത്തിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറൊരു വിശേഷം കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമെങ്കിൽ. ഇത് എൻ്റെ അച്ഛനും അമ്മയും തന്നൊരു ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ളപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തുള്ള ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ വായിക്കുകയും ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇച്ചിരി ഹുലാ ഹൂപ്പ് വെച്ച് ചെയ്യുവാണ്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ഫ്രോക്കല്ലേ. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വീണ്ടും വീരുവാണ്. ഇത് ഞാൻ കസേരയും ചെയറൊക്കെ ഇങ്ങനെ വലിച്ചിടുവാണ്. ഇത് നമ്മളെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് അപ്പോഴാണ് ഞാൻ മറന്നു പോയത്, അച്ഛനെ വിളിച്ചില്ലായിരുന്നു. അപ്പോൾ അച്ഛനെ വിളിക്കാണ്ട് മൊബൈൽ എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഇവിടെ പോയിക്കുമെന്ന്. അതുകൊണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. കേക്ക് തുറക്കാനായിട്ട് നല്ല രസമായിരുന്നു. പോസ്റ്റർ കേക്കായിരുന്നു കേട്ടോ. അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ പല്ലവി കുട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് മുകളിൽ റിയൽ പേപ്പറാന്ന് പോലെ ഞാൻ വിചാരിച്ചു. നല്ല രസമായിരുന്നു. പിന്നെ കവർ ചെയ്യുന്ന ഇതൊക്കെ IGP എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നല്ല രസമായിരുന്നു കേക്ക്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഇത് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പം എനിക്ക് 3 ലെയേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 3 ലെയേഴ്സ് കേക്കാണ്. അപ്പോൾ ഇതാണ് ഫുൾ ഇതിൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഇത് ശരിക്കും പേടിപ്പിച്ചു. കാരണം എൻ്റെ ഡ്രസ്സ് വലുതല്ലേ, അപ്പോൾ അതിനകത്തൊക്കെ തീ പിടിച്ചാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആ 2 മഞ്ച് അമ്മ ഓഫീസിൽ നിന്ന് തന്നതാണ് കേട്ടോ. അമ്മയുടെ ഫ്രണ്ട്സ് എനിക്കും ഒരെണ്ണം ചേച്ചിക്കുമാണ്. പിന്നെ ഞാൻ കേക്കൊക്കെ അടിച്ച് കട്ട് ചെയ്യാന്ന് വെച്ചാൽ കേക്കിൻ്റെ കത്തിയെന്ന് പറഞ്ഞാൽ കത്തിയല്ലായിരുന്നു കേട്ടോ. ശരിക്കും ആ കേക്ക് എടുക്കുന്ന സംഭവമായിരുന്നു. പിന്നെ സാറിന് നിർത്തുന്നില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയോ കത്തി നിർത്തി കേട്ടോ. പിന്നെ നമ്മൾ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ എല്ലാവരും സിങ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ സോങ് സിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അപ്പൂപ്പൻ സഹായിക്കുവാണ് എന്നെ. കാരണം ഇച്ചിരി ടൈറ്റായിരുന്നു, പോസ്റ്റ് കേക്കല്ല, അപ്പോൾ ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ വേറൊരു സംഭവം അവർ തന്നെ തരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പീസ് തന്നെ അപ്പൂപ്പൻ എൻ്റെ മുഖത്ത് തെറ്റിയെടുത്ത കേസ്. അപ്പൂപ്പനെ കൊടുക്കാൻ പോയതാണ്, പക്ഷെ അപ്പൂപ്പൻ എൻ്റെ മൂക്കിൽ തന്നെ കൊടുത്തത്. പിന്നെ ഞാൻ അപ്പൂപ്പൻ എന്നെ തന്നു. പിന്നെ ഞാൻ അപ്പൂപ്പൻ എടുത്തു കൊടുത്ത്, അമ്മൂമ്മ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ കുറേ വിശേഷം ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.